പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ ഈ താണഭൂമിയിലേക്ക് അയച്ചത് പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിക്കുവാനാണ്. ആദ്യ മനുഷ്യനായ ആദം ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച നിമിത്തം ഈ ഭൂമിയിൽ പാപവും മരണവും കടന്നു. സകല മനുഷ്യരും പാപികളായിത്തീർന്നു. എന്നാൽ പാപത്തിൻ്റെ അടിമത്തത്തിൽ കിടക്കുന്ന മനുഷ്യനെ വീണ്ടെടുക്കുവാൻ, നഷ്ടപ്പെട്ട ജീവനിലേക്ക് അവനെ മടക്കിക്കൊണ്ടുവരുവാൻ ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. നമ്മുടെ പാപത്തെ മുഴുവനും പുത്രൻ്റെ മേൽ ചുമത്തി നാം മരിക്കേണ്ടതിന് പകരമായി യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി. പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ ദൈവം ചെയ്തത് നമ്മുടെ പാപത്തിൻ്റെ ശമ്പളമായ മരണത്തെ യേശു കർത്താവിൻ്റെ മേൽ ചുമത്തി എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു. അതെ, യേശു ക്രിസ്തു നമുക്ക് പകരമായി മരിച്ചു. ഇനി യേശുവിൽ വിശ്വസിക്കുന്ന നിങ്ങളെ ശിക്ഷാവിധിയിൽ അകപ്പെടുത്താൻ പിശാചിന് കഴിയുകയില്ല. പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ ദൈവം ചെയ്ത ആ വലിയ പ്രവൃത്തി ഇന്ന് പകൽ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ശിക്ഷാവിധിക്ക് പുറത്താണ്. ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. പ്രിയപ്പെട്ടവരെ, യേശുവിനെ സ്വന്തം രക്ഷിതാവ് കർത്താവുമായി സ്വീകരിച്ച നിങ്ങൾ ഇപ്പോൾ ദൈവമക്കളാണ്. കാൺമിൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനെ താൻ ഇരിക്കും പോലെ തന്നെ നാം കാണുന്നതാകൊണ്ട് നാം എല്ലാവരും അവനോട് സദൃശ്യന്മാരാകും. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തങ്ങളെ തന്നെ നിർമ്മലീകരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാം അറിയണം, നാം യേശുവിനെ സ്വീകരിച്ച മാത്രയിൽ ദൈവത്തിൻ്റെ മകൻ, ദൈവത്തിൻ്റെ മകൾ എന്ന പദവിയിലേക്ക് കയറിയിരിക്കുകയാണ്. ദൈവം പരിശുദ്ധനാണ്. ആ ദൈവത്തോടു കൂടെയുള്ള കൂട്ടായ്മ വിശുദ്ധമാണ്. ആ ദൈവത്തോടു കൂടെ നടക്കുന്ന ഒരു വ്യക്തി പാപത്തിൽ തുടരുകയില്ല, പാപത്തെ താലോലിക്കുകയില്ല, പാപത്തെ സ്നേഹിക്കുകയില്ല. പാപം ചെയ്യുന്നവൻ യേശുവിനെ അറിഞ്ഞിട്ടില്ല, യേശുവിനെ കണ്ടിട്ടില്ല. നാം ദൈവത്തെ അറിയുന്നത് ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ്, വിശ്വാസത്താലാണ്. ഇന്ന് പകൽ നാം വിശ്വാസത്താൽ ദൈവത്തെ ആരാധിക്കുന്നു. എന്നാൽ നാം കർത്താവിനെ മുഖാമുഖം കണ്ട് ആരാധിക്കുന്ന സുദിനം വരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, പാപം ചെയ്യുന്നത് പിശാചാണ്. പിശാചിൻ്റെ മക്കളാണ് പാപം ചെയ്യുന്നത്. ഇന്ന് പകൽ നമ്മുടെ ജീവിതത്തിൽ പാപമുണ്ടെങ്കിൽ അത് പിശാചിൻ്റെ പ്രവൃത്തിയാണ്. ഇന്ന് പകൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നുവെങ്കിൽ യേശുവിൻ്റെ രക്തം സകല പാപവും പൊക്കി നമ്മെ ശുദ്ധീകരിക്കും. അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ഇന്ന് പകൽ നിങ്ങൾ മടങ്ങി വരുമെങ്കിൽ, ദൈവത്തോട് കൂടെ നടക്കുമെങ്കിൽ, ദൈവം നമുക്ക് വേണ്ടി കാൽവറിയിലൊരുക്കിയ രക്ഷാ പദ്ധതിയുടെ ഭാഗമായി യേശുവിൻ്റെ മക്കളായി ഇന്ന് പകൽ അവൻ നിർമ്മലരായിരിക്കുന്ന പോലെ നിർമ്മലരായി ദൈവത്തിൻ്റെ വിശുദ്ധിയിലേക്ക് വളരുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നമ്മെ പ്രബോധിപ്പിക്കുകയാണ്. ഇത് അന്ത്യനാഴികയാകുന്നു. ഈ സമയങ്ങൾ നാം വളരെ തക്കത്തിൽ ഉപയോഗിക്കേണ്ടതാണ്. കൺമോഹം, ജഡമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തെ സ്നേഹിക്കുന്നവന് പിതാവിൻ്റെ സ്നേഹമില്ല. ഇന്ന് പകൽക്കാലം നാം ആരാണെന്ന തിരിച്ചറിവിൽ, നാം എന്തിനു വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന തിരിച്ചറിവിൽ യേശുവിനോട് സദൃശ്യന്മാരാകുവാനുള്ള ആ ദൈവിക വിളിയുടെ മഹത്വം അറിഞ്ഞ് യേശുവിനെ വിശുദ്ധിയിൽ സേവിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.